ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് കാലത്തെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. So don't go, leave me lonely. I'll show you another way. And you say it's a one night thing, but I want something more than that. നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. നമ്മൾ ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോയുടെ ഒരു ഇതിലാണ് നമ്മൾ നിന്നത്. ബാഗത്തെ വ്യൂ നോക്കാം, എന്താ വ്യൂ അല്ലേ, രക്ഷയില്ല. ഇതിനെക്കാട്ടും സൂപ്പർ ബോട്ടുകളാണ് ഇവിടെ ഷോക്ക് വന്നിട്ടുള്ളത്. കിണ്ണം കാച്ച് ഒരു ലംബോർഗിനി ഉണ്ട്, ഫെറാറി ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതൊരു ഹോട്ടലാണ് കണ്ടോ, ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഗൈസ്. നമ്മളെ ജുമേറുള്ള ആ ഒരു യന്ത്രൂഞ്ഞാലൊക്കെ കാണുന്നു, വിൻമില്ലോ അങ്ങനത്തെ വെള്ളീനി അത്. പിന്നെ അത് അവിടെ ഷിപ്പ പോകുന്നു, അല്ല ഒരു യോട്ട പോകുന്നു, ഒരുപാടുണ്ട്. വാട്ടർ സ്പോർട്സ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ ഒരു എൻഡിലാണുള്ളത്, 38 പറഞ്ഞൊരു എൻഡിലുള്ളത്. ഞാൻ ഇപ്പോൾ തലക്കൊന്ന് നടന്ന് വരും. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങനെ നടന്ന് അങ്ങോട്ട് ഇങ്ങനെ പോയേക്കാം, ഇത് അവസ്ഥ നോക്കാം. ഒരു രക്ഷയില്ല, ഒരുപാട് ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനിവേ നമുക്ക് നോക്കി നോക്കാം. ഇത് നോക്ക് ഗൈസ്, എന്താ ഓരോന്നിൻ്റെ കോലം. ഇത് ഹോട്ടലാത്രേ, എന്താ വില കഥ, എന്താ രസം. ഇത് ഹോട്ടലുണ്ട്, ഇതില് ബീച്ച് റിസോർട്ട്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ. നമ്മളെ കമ്പനിയുടെ ഒരു സംഭവം ഉണ്ട് ഇവിടെ, ഒരു സ്റ്റോളുണ്ട്, ഗാർമിൻ എന്ന് പറഞ്ഞ നമ്മൾ നാവിഗേഷൻ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പാസ് കിട്ടിയതാണ്. വീഡിയോ പരിപാടിയൊക്കെ എടുക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ എന്തൊക്കെ വണ്ടികളാണ് വെച്ചിട്ടാണ്. വണ്ടികളുണ്ട്, കാറുണ്ട്, സൂപ്പർ കാർസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷസാറിന് ഓരോന്നിൻ്റെ ഓരോ വണ്ടിയുടെ കോലം കണ്ടുകഴിഞ്ഞാണ്ടല്ലോ കണ്ണൊക്കെ മിന്നും. അമ്മാതിരി ഐറ്റം സാധനങ്ങൾ ഗൈസ്. വള്ളത്തിൽ കൂടെ പോകണം, ലംബോർഗിനി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണം ഗൈസ്. നടന്ന് ഉപ്പാടെ വെച്ചിട്ടോ. ഇത്ര ഉണ്ടാവും വിചാരിച്ചില്ല. നടക്കാന്ന് വെച്ചിട്ടാ ഒരു തല മുതൽ ഒരു തല വരെ ഉണ്ട്. നടന്ന് ഹൗസാണ് പോലും ഇമാര് തരണം. ഈ ഷിപ്പൊക്കെ നോക്കി, മെജസ്റ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അവരിറക്കുന്ന യോട്ടാണ്. ചോദിച്ച സാധനമൊക്കെ അറബികളൊക്കെ നിൽക്കണോക്കി. എന്തായാലേ ഒന്നരട്ടോ ഈ ഒരു ഏരിയയിൽ 4, 5, 6 വരുന്നത് മാത്രം. ഇന്ന സാധനങ്ങൾ യോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കാണിക്കാനായിട്ട് നടക്കുക. എന്താ, ഞാൻ അവിടെ കുറച്ചുകൂടി പോയാൽ ലംബോർഗിനൊക്കെ ഉണ്ട്. നമ്മുടെ ലൈഫ് ബോട്ട് പരിപാടിയാണ്. അതുപോലെ ദുബായ് പോലീസ്, അതേമാതിരി ദുബായ് ആംബുലൻസ് സർവീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ ഒരു ഡെമോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് നീന്തി എത്താൻ പറ്റുന്ന സ്പീഡിൽ ഈ സാധനം ഇവിടെ എത്തും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കോപ്പിറൈറ്റ് അടിക്കണോ വീഡിയോസിൽ അവസ്ഥ ഇത്രമോ കടക്കണോ കിടപ്പുണ്ടോ. ഇതൊക്കെ ഇതിൽ കയറി ഇറങ്ങട്ടോ, കുഴപ്പമില്ല. ആരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില എണ്ണത്തിന് മാത്രമേ VIP പാസ് വേണ്ടത്. ബാക്കിലെല്ലാത്തിനും നമ്മൾ കയറി ഇതിനുള്ളൊക്കെ കാണാം. പക്ഷേ കയറാൻ നിന്ന് അതിനാണ് നേരം ഉണ്ടാവുള്ളൂ. ഉള്ളൊക്കെ ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. ഇത് സീ സ്കൂട്ടറാട്ടോ. സീ സ്കൂട്ടർ ഉണ്ട്, സർഫ് ബോർഡ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മീറ്റർ വരെ ഉണ്ട്. അതാണ് രക്ഷ. സ്പീഡ് മീറ്റർ വരെ ആ സാധനത്തിനുള്ളിൽ ഉണ്ട്. അതാണ് രക്ഷ. മോനെ എന്താലേ, കണ്ട് പഠിച്ചോളേ. ഇതൊക്കെയാണ് സാധനങ്ങള്. എന്താ നോവ മിൽസാം, ഇത് പേര് അയക്കാനാ പണി. ഒരു കഥയുണ്ട്. ഇതിനുള്ളിലാണ് നമ്മളെ സ്റ്റാള് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മളെ ഗാർമിന്, അതേപോലെ ഞങ്ങൾ അമിത് ഇൻ്റർനാഷണൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റോള് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വരുന്നത്. നമുക്ക് വാട്ടർ സ്പോർട്സ് റിലേറ്റഡ് ആയതുകൊണ്ട്, മറൈൻ റിലേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. ഞാൻ കാണിച്ചു തരാം ഉള്ളിൽ കയറിയിട്ട്. സംഭവം കൊള്ളാം, പൊടിയാണ്. യോട്ട് കപ്പലൊക്കെ പണിഞ്ഞ് വെച്ചിരിക്കണേ. എന്താ രസത്തിൽ കാണാൻ. നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് രക്ഷയില്ല. ഈ കണ്ട കരയിലൊക്കെ സ്ഥലം ഉണ്ടായിട്ട് ബീച്ചിൽ, കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് ബീച്ചിലാക്കി വെച്ചിരിക്കുക. യാട്ട് ബീച്ച് അത്ര അതിന് പേരും. കഴപ്പ് കായുടെ എന്തപ്പോൾ വില കഥ.
എന്താലേ എന്താ പൊപ്പല കേൾക്കാം അടിപൊളി ലൈഫാണ് പൊളിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കിണ്ണം വണ്ടി ഉണ്ടെന്ന് അത് കാണാനായിട്ട് നമ്മളടുത്ത് പോകുന്നു. എൻ്റെ ബാക്കിൽ കണ്ടുകളോ അറിയില്ല ആണോ ഓട്ടത്തലല്ല കേട്ടോ. ഇത് ഒരെണ്ണം ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അടുത്ത് കാണാം. ഓരോന്നും ഇങ്ങനെ കണ്ണെടുക്കാൻ ഒരു അമ്മമാര് സാധനങ്ങൾ. നമ്മൾ ഈ ബെൻസിൻ്റെ G-Wagon അല്ലെങ്കിൽ BMW അങ്ങനെ ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ ഒരു മറ്റേ എക്സ്ട്രാ എഡിഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മൻസൂരി എഡിഷൻ. ആ സംഭവമാണ് ഈ കിടക്കുന്നത്. ആ സാധനം ഒരു ബോട്ടിൽ ചെയ്ത് അങ്ങനെ ഉണ്ടാവും, അതാണ് ഈ കിടക്കുന്നത്. കണ്ടാണ് മൻസൂരി. എന്താലേ ഒരു രക്ഷയില്ലാത്ത വണ്ടി. ബുദ്ധിയാണ് കേട്ടോ. ഇതൊക്കെ വരെ തന്നെ കേട്ടോ. ഉള്ള വീഡിയോഗ്രാഫറാണ്. ഏറും തന്നെയാണ് ഇവിടെ. മീഡിയ ടീം പറഞ്ഞിട്ട് ഒരു ഇന്റർനാഷണൽ ടീം തന്നെ ഉണ്ട് ഇവിടെ. ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ട്. സ്കൂട്ടറൊക്കെ ഉണ്ട്. ഇത് വേറെ ഒന്നും കേട്ടോ, വേറെ സംഭവം. ഇത് അതേമാതിരി ചെയ്തൊരു വേറൊരു വേരിയൻ്റ് ആവും. നമ്മളിങ്ങനെ പോകുന്തോറും ആ ഒരു ലംബോർഗിനിയുടെ സംഭവം അവിടെ ഉണ്ടോ എന്നൊക്കറിയാം. നേരത്തെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പോയി നോക്കാം നമുക്ക് എന്തായാലും. സാധനമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ വേൾഡ് ക്ലാസ് ഐറ്റം. GK 63 ആണെന്തോ ആണ് ഇതിൻ്റെ സർനെയിം വരുന്നത്. കിണ്ണ സാധനം ലംബോർഗിനിയാണ്. എന്തായാലേ കാർ കപ്പലൊക്കെ ഉണ്ടാക്കിയുള്ള പിന്നെ കപ്പലുണ്ടാക്കണവരെന്താ കാട്ടല്ലേ. ഇത് നോക്ക് സാധനം കാണുമ്പോൾ തന്നെ രക്ഷയില്ല. അതിൻ്റെ സ്പെക്കൊന്നൊക്കെ അറിയില്ല, പക്ഷെ അതിൻ്റെ ഇതാണോ ഷെയറിങ്ങൊക്കെ ഒക്കെ തന്നെ. നമുക്ക് ഉള്ളിൽ കയറാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ചില വണ്ടികൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ല. VIP പാസ് ഉള്ളവർക്ക് മാത്രമേ നടക്കുള്ളൂ. ഇത് ഈ കപ്പലിൻ്റെ ഉള്ളിൽ ഞാൻ സാറേ കാണിച്ചുതരാം. സഞ്ചരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ. കടലിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്താ പല കഥ. പക്ഷേ ഇതിനുള്ളിൽ നമുക്ക് പെർമിഷൻ ഇല്ല. ഇതിനൊക്കെ VIP പാസ്സാണ്. മനസ്സിലായി നോക്ക്. എന്താ അപ്പം ഇതിൻ്റെ ഒക്കെ കഥ. ലക്ഷറി എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അവസാനം നോക്ക്. എന്ത് രസം നമുക്ക് അല്ലേ. അടിപൊളിയാ. ഇവിടെ അടുത്തത് ഇത് കുറച്ച് പഴക്കമുണ്ട് തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ ആ സാധനം കിണ്ണാണ് അടിപൊളി. പിന്നെ അത് DXP എന്ന് പറഞ്ഞിട്ട് വന്ന് അടിപൊളി. എന്തായാലേ സാധനത്തിൻ്റെ ഒക്കെ ലുക്കൊക്കെ. ഇതിൽ ഈ സൈഡ് കാണാൻ രസമുള്ളൂ. ഫ്രണ്ടൊക്കെ ഏകദേശം എല്ലാത്തിനും സെയിമാണ്. അത് ഞാൻ ബാക്ക് മാത്രം കാണിക്കും. ഫ്രണ്ട് നമുക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവരെല്ലാവരും റിവേഴ്സ് പാർക്കിങ്ങിലെ കൊണ്ട് നിർത്തുക. ഇതൊക്കെ ഇതൊരു റോയൽ ഐറ്റമാണ്. ഇതിനുള്ളിൽ കയറി തന്നെ ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. ജസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ വിട്ടു ഇപ്പോൾ വെടിങ്ങനെ നോക്കി. ഈ സാധനത്ത് കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണോ. ഇത് ഓളഞ്ചിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് കേട്ടോ. ഇത് മിക്കവാറും കീപ്പെട്ടി അടിച്ചാൽ രസമായി. അടാ കളിക്കരുത്. നമ്മുടെ ചെറിയൊരു എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെത്തും. വളരെ രസം. മനസ്സിലായില്ലേ വാട്ടർ ബോട്ടിൻ്റെ ഉൾഭാഗം. ഇത് ചെറിയ സ്പീഡ് ബോട്ട്. നമ്മൾ GTA വിസിലെ കാണില്ലേ ആ സാധനം. ഇത് നോക്കും. ഇവിടെ നല്ല വ്യൂ നോക്കും. വാ ഇവിടെ നിൽക്കാൻ പേടിയാണ്. കാരണം ഇതിങ്ങനെ ആടുന്നോണ്ടേ ചിലപ്പോൾ ഞാൻ കീപ്പട്ടിയാണ്. അവൻ്റെ റിട്ടേൺ കണ്ട് നടക്കും. ഗൈസ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം. ഇവിടെ കുറച്ച് സീന് സാധനങ്ങളുണ്ട്. രക്ഷയില്ല പറഞ്ഞാൽ ബോട്ടുകളല്ല, കാറ്, പിന്നെ ബോട്ട് കാറാക്കിയത്, കാറ് ബോട്ടാക്കിയത്, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ VIP മോട്ടോഴ്സിന് കേട്ടിട്ടുണ്ട്. ദുബായിലുള്ള VIP മോട്ടോഴ്സിനായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരെ കുറച്ച് കളക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വേറെ സാധനത്തിൻ്റെ മുന്നിലാണ്. ഞാൻ വണ്ടിയെ കാണിച്ചു തരാം. ഏതാണ് ഗസ് വണ്ടി കാണാൻ ഒരു കെട്ടിക്കൂടെയും കണ്ടോ. ലംബോർഗിനി നടക്കുന്നുണ്ട് ഇവിടെ. ഒരു ബാർബസ് എടുക്കുന്നുണ്ട്. ബാർബസ് അല്ല ബ്രാബസ്. ഇവിടെ എന്താണ് കൊൻസിങ്ങി പറഞ്ഞിട്ട് സാധനം കിടക്കുന്നുണ്ട്. നമ്മളൊരു ഇത് കേട്ടിട്ടുണ്ട്, വേൾഡിൽ എന്തോ നിരോധിച്ച വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വണ്ടിയാണ് ഈ കിടക്കുന്നത്. സാധനം നോക്ക്. മൂക്ക് കിടക്കുന്നു. നേരത്തെ സ്റ്റാർട്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാണ്. ലോകം നോക്കാം. വീഡിയോ ആട്ടപ്പെടെ നിൽക്കാൻ എന്തെങ്കിലും ആയി കഴിഞ്ഞാലേ
കുമ്പിട്ടേക്കണം, വേറെ കുഴപ്പമില്ല, ഇരിക്കാനൊന്നും വയ്ക്കൂല. എഞ്ചിൻ നോക്കാം, എക്സോസ്റ്റ് നോക്കാം. ഒരു തളം ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിനൊരു ടർബോ ഉണ്ടോ? അവിടെ ഫാൻ കൊണ്ട് വെച്ചിരിക്കണേ. എക്സോസ്റ്റ് ഇതാട്ടോ, ഈ ലൈനാണ് എക്സോസ്റ്റ്. ഇത് വേറെ ഇതിൻ്റെ എൻജിൻ കൂൾ ചെയ്യാനുള്ള സിസ്റ്റമാണ്. ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട്, ബാഡ്ജിങ് ഉണ്ട്, കോണിസിയാഗ് എന്ന് പറഞ്ഞിട്ട് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാറ്റലിക് കൺവെർട്ടറൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ. അവനെ കിണ്ണ സാധനം. ലംബോർഗിനി കണക്കുണ്ട്. ലംബോർഗിനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഈ സാധനം റയർ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണാം. ഉണ്ടോക്ക് എന്നിട്ട് ഗോസ്റ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതൊക്കെ ഡീറ്റെയിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കിവിടെ അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. ചെറിയൊരു ലംബോർഗിനി, വളരെ ചെറിയൊരു ലംബോർഗിനി. ബുഗാട്ടി ഷിറോണാണ് ഐ തിങ്ക് സോ, ആയിട്ടാണോ ഷിറോണാണ് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ നോക്കാം, തുറക്കാൻ കൂടി ഭാഗമില്ല. അവനെ തൊടാൻ പാടില്ല, തൊട്ടാൻ പേടില്ല. എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാലേ ഫോണിട്ട് പാടും. നമ്മൾ ഒരു ആയുസ് മൊത്തം എന്നാലും ഇതിനൊന്ന് കാഴ്ച കിടക്കില്ല. നോക്കും, പക്ഷെ നമ്മളൊരു ശ്രദ്ധിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പെട്ടെന്ന് കിടപ്പോക്ക് ലൈനപ്പാണ് കേട്ടോ. ഇത് ഷിറോണും ഇത് ഷിറോണുമാണ് രണ്ടും. ബുഗാട്ടി G80 എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ജെറ്റിൻ്റെ മോഡലാണ്. ഐ തിങ്ക് സോ. മെക്ലാറിൻ സ്വാഭാവികമായിട്ട് മെക്ലാറിൻ ഉണ്ടാവാമല്ലോ, അതല്ല അതിൻ്റെ ഒരു കഥ. വണ്ടിയുണ്ട്. സത്യം പറഞ്ഞാൽ ബോട്ടിൻ്റെ ഷോ കാണാൻ വന്നതാണ്, പക്ഷേ ഈ സാധനം ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചാൽ. ഇനി അപ്പുറത്തേക്ക് സംഭവം പോകണ്ട, അത് കണ്ടിട്ട് ഞാൻ വേറെ കാണിച്ചില്ല. ഇതെന്നാ നരണോ, നരൻ എന്ന് പറഞ്ഞിട്ടൊരു എനിക്കറിയില്ല അത് ഈ കണ്ടു. ഇതിൻ്റെ തൂക്കി എന്താ ഇൻസ്റ്റോക്ക് ഈ സാധനമൊക്കെ GTA നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ വണ്ടി ഭ്രാന്ത് കയറി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മേ ബി ഇതിപ്പോൾ സ്റ്റാർട്ടാവുള്ള ചാൻസ് ഉണ്ട്. ലൈറ്റൊക്കെ മിന്നുണ്ട്. മേ ബി ക്രാറെന്ന് പറഞ്ഞിട്ട് സാധനം സ്റ്റാർട്ടാവും. ഇപ്പം നമ്മൾ ഞെട്ടും. ശരി, ഇപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാം. അവിടെ കുറച്ച് കിണ്ണ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരാം. ഇവിടെ ഒരു F1 കാർ കിടക്കുന്നുണ്ട് കേട്ടോ. VIP ലോഞ്ചാണ്. സോ അവിടെ ഉണ്ടാവും, കാണിച്ചുതരാം. അവിടെ ഒരു F1 കാർ കിടക്കണം, പക്ഷേ വീട്ടിലൊക്കെ സമ്മതിക്കില്ല. VIP ലോഞ്ച് മാത്രമാണ്. സോ പറ്റില്ല. ഇത് F1 കാർ തന്നെയാണ്, ഡൗട്ടുണ്ട്. ഫെറാറിയാണ് കിടക്കുന്നത്. F1 കാർ തന്നെയാണ് ഇത്. ഫെറാറിയാണ് സംഭവം. ഇത് നോക്കാം. എന്താലേ വണ്ടിയാണ്. വണ്ടി ഉണ്ട് നമുക്ക് പിന്നെ പ്രാന്താണ്. പിന്നെ ഒന്നും നോക്കില്ല നമുക്ക്. ഇവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട്. ഇതിനെ പറ്റിയ വണ്ടി ഉണ്ട് നമുക്ക് പിന്നെ പ്രാന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനിവിടെ ഹൈലൈറ്റ്. ഇനി നമ്മൾ പോണ കവാസാക്കിയുടെ ലോഞ്ച്. പെണ്ണുങ്ങളല്ല, സ്കൂട്ടർ ഉണ്ട്, 2 ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിഞ്ച ഇറക്കണം. Kawasaki H2. Sorry, Ninja H2. Yes, right. Ninja H2. Shit. ഇനി ഞാൻ പറഞ്ഞില്ലേ ബോട്ട് വള്ളത്തിൽ കൂടെയും കാറ് ബോട്ടിന് കൂടെയും കാറ് വള്ളത്തിൽ കൂടെയും പോകണത് കണ്ടോ. റോൾസ് റോയ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുക വള്ളത്തിൽ കൂടെ പോകാനേ. എന്തപ്പോൾ വിലക്കാക്കാം ആരോടാ പറയാം. എന്തായാലും ഹെഡ്ലൈറ്റിൻ്റെ വർക്കൊന്നും കേട്ടില്ല. സ്ക്രില്ലൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. എന്താ അല്ലേ, ഇതൊക്കെ സ്കൂട്ടേഴ്സ് ആട്ടോ. വള്ളത്തിൽ കൂടെ നമ്മളിങ്ങനെ കാണില്ലേ സാധനങ്ങളാണ്. കുറേ ഉണ്ട്. യമഹ അല്ല, C400 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഐ തിങ്ക് സോ സംതിങ് ഫിഷ്. ആരൊക്കെ പോകേണ്ടത്.
ആളെ മനസ്സിലായോ? അത് മറ്റേ കാർ എക്സ്പേർട്ട് അല്ലേ? ദാറ്റ്സ് വൺ കാർ എക്സ്പേർട്ട്. ഐ തിങ്ക് ആളാണ് പോണതെന്ന് തോന്നട്ടോ. ഐ തിങ്ക് ഞാൻ കണ്ടിട്ട് തോന്നുന്നത് അതാണ് തോന്നുന്നത്. ഇവിടെ ഒരു R2S കിടക്കുന്നുണ്ട്. GT3 RS എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു ലംബോർഗിനിയൊക്കെ. ഇവിടെ ഒരു ലംബോർഗിനി. ഞാൻ പറഞ്ഞില്ല സ്റ്റാർട്ടാക്കാൻ പോകണെന്ന് എനിക്ക് തോന്നിയിക്കണേ. ലംബോർഗിനി വൈറ്റ് ലംബോർഗിനി നമ്മൾ കണ്ടില്ലേ, ആ വണ്ടിയാണ്. അതുകൊട്ടെ. ഇവിടെ ഇതിനെക്കാളും വലുതുണ്ട്. ഇവിടെ ഒരു മൻസൂരി എഡിഷൻ. ഐ തിങ്ക് ദിസ് ഈസ് ഫെറാറി ആണോ ലംബോർഗിനി ആണോ? ഫെറാറി ആണ് തോന്നുന്നത്. ഇത് ഫെറാറി ആണ്. ഫെറാറി ആണോ? ലംബോർഗിനി ഫെറാറി ഏതോ ഒന്നാണ്. മൻസൂരിയുടെ കിറ്റ് കയറ്റിയാണ്. റോൾസ് റോയ്സ് മൻസൂരി കിറ്റ് ചെയ്ത് ഉള്ളിലേറെ മൻസൂരിയാണ് കേട്ടോ. ഷെയ്ക്കുമാരൊക്കെ വന്നിരിക്കണം. ഇന്ത്യയിലൊക്കെ തന്നെ എല്ലാവർക്കും കാണാനൊക്കെ പറ്റും. പിന്നെ അത് മാത്രമല്ല ഫീ ഉണ്ട്. അതായത് ടിക്കറ്റിന് ചാർജ് ഉണ്ട്. 40 റംസ് സിംഗിൾ ഡേക്ക് ആണെങ്കിൽ, പിന്നെ 5 ഡേയ്സിന് ഐ തിങ്ക് 140 സംതിങ് അങ്ങനെ തൊട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് 14 മുതൽ 18-20 വയസ്സ് വരെ 50 ദിർഹംസ് അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ. മൈ ഗോഡ് ഇവിടെ നോക്കി ഇതൊക്കെ കണ്ട എങ്ങനെ ഇവിടുന്ന് പോകാൻ തോന്നുക. പക്ഷേ ഞാൻ ഈ വണ്ടി വീഡിയോ എടുത്തിൻ്റെ ഊപ്പാട് ഇളക്കി. അത്രയും രസം വണ്ടികൾ കണ്ടിട്ട് ഇവിടെ നോക്കിയതിന് ഇന്ത്യയിലൊക്കെ തുറക്കാൻ പറ്റുമോ നോക്കാണ് ഗൈസ്. എന്താ കൂപ്പയാണ് കൂപ്പേ. ഇത് ഉറൂസാണ് ഈ കാട്ടിച്ചിക്കണ്. എൻ്റെ ദേവി പടച്ച റബ്ബേ എന്താലേ. ആ ടയറൊക്കെ നോക്കാം. സ്ട്രെസ്ഫുൾ പീരീഡ് കേട്ടോ. നടന്ന് ഉപ്പാട് കളിക്കണം. അതിൻ്റെയാണ് ദുബായ് പോലീസിൻ്റെ വണ്ടി. Audi R8 സെക്യൂരിറ്റി കണക്ക് പോലീസിന്. അവിടെ ഫെറാറി എടുക്കണ്ടേ. അവിടെ കളിനെ നടക്കണതാ. ഇവിടെ പോർഷെ ബ്രാബസിൻ്റെ കിറ്റ് കയറ്റിയിട്ട് ഇരിക്കുന്ന വണ്ടി. അവിടെ F1 കുറേ മോഡൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. F1 എന്തൊക്കെയോ മോഡൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുള്ളത് ഇന്ന് മുതൽ, അതായത് 19 തീയതി മുതൽ 25 തീയതി വരെ 24 തീയതി വരെയായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇതാ ഇവൻ്റെയൊക്കെ ഇവിടെ നടന്നുകൊണ്ട് 8 മണി വരെ ഉള്ളൂ. ക്ലോസ് ചെയ്തു. ഇനി ബാക്കി നാളെയാണ്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരേ പൊളി. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.